characteristic of an antacid. Ideal characteristic of an antacid, it should be absorbable or cause systemic alkalosis, should probably inhibit pepsin, should have buffer in the pH range of 4 to 6. The ideal characteristic of an antacid. The ideal characteristic of an antacid are should be absorbable or cause systemic alkalosis, should probably inhibit pepsin, should have buffer in pH range of 4 to 6 and all. So answer option D ആണ് ആൻസർ. ഓക്കെ, ഓൾ ഇതെല്ലാം ആൻറ്റാസിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി. ഇറ്റ് ഷുഡ് ബി അബ്സോർബിൾ ഓർ കോസ് സിസ്റ്റമിക് ആൽക്കലോസിസ്, ഇറ്റ് ഷുഡ് പ്രോബബ്ലി ഇൻഹിബിറ്റ് പെപ്സിൻ, ഷുഡ് ഹാവ് ബഫർ ഇൻ ദ പി എച്ച് റേഞ്ച്. അപ്പോൾ ഇതിലേതെങ്കിലും വേറെ ഓപ്ഷൻസ് തന്നിട്ട് ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിലും അതായിരിക്കും ആൻസർ. അപ്പം ഇത് മൂന്നും ആൻസർ തന്നെയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇറ്റ് ഷുഡ് ബി അബ്സോർബിൾ ഓർ കോസ് സിസ്റ്റമിക് ആൽക്കലോസിസ്, should probably inhibit pepsin, should have buffer in the pH range 4 to 6. Option D ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ഓൾ ആണ് ആൻസർ. ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക് ഓക്കെ, എല്ലാം അതിൻ്റെ ആൻറ്റാസിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓപ്ഷൻ ഡി. Then 12th question, which gastrointestinal agent are used in the treatment of diarrhea? Which gastrointestinal agent are used in the treatment of diarrhea? Laxative, antacid, protectives and adsorbent, saline cathartics. Laxative, antacid, protectives and adsorbent, saline cathartics. Which gastrointestinal agent are used in the treatment of diarrhea? Which gastrointestinal are used in the treatment of diarrhea? So laxative എന്ന് പറയുന്നത് നമുക്കറിയാം ഡെഫിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടി, അത് ഡയേറിയ തന്നെയാണ് അല്ലേ. സോ ആൻറ്റാസിഡ് അല്ല. സലൈൻ കത്താറിറ്റിക്സ് എന്താ പറയുക, ഡെഫിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് സലൈൻ കത്താറിറ്റിക്സ്. അപ്പോൾ ഗേറ്റീസ് അതിൽ ആ ഒരു ഇതിൽ വരുന്നതാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. പ്രൊട്ടക്റ്റീവ്സ് ആൻഡ് അഡ്സോർബൻറ്റ്. പ്രൊട്ടക്റ്റീവ് ആൻഡ് അഡ്സോർബൻറ്റ്, അത് മ്യൂക്കോസൽ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ടോക്സിൻസിനെ അബ്സോർബ് ചെയ്യുക അല്ലേ. സോ വിച്ച് ഗ്യാസ്ട്രോഇൻറ്റസ്റ്റൈനൽ ഏജൻറ്റ് ആർ യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡയേറിയ? ഓപ്ഷൻ സി, പ്രൊട്ടക്റ്റീവ്സ് ആൻഡ് അഡ്സോർബൻറ്റ്. പ്രൊട്ടക്റ്റീവ്സ് ആൻഡ് അഡ്സോർബൻറ്റ്, ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. Then next question, mild diarrhea. Mild diarrhea is caused due to hypersensitivity, intentional and accidental poisoning, both, none of this. Mild diarrhea is caused due to hypersensitivity, intentional and accidental poisoning, both, none of this. Mild diarrhea is caused due to. ഏതാണ് മൈൽഡ് ഡയറിയ ഉണ്ടാവാനുള്ള കാരണം? ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആൻഡ് ഇൻറ്റൻഷണൽ ആൻഡ് ആക്സിഡൻ്റൽ പോയ്സണിങ്. മൈൽഡ് ഡയറിയ ഈസ് കോസ്ഡ് ഡ്യൂ ടു ഹൈപ്പർ സെൻസിറ്റിവിറ്റി. രണ്ടും ഉണ്ട്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ട്, ഇൻറ്റൻഷണൽ ആൻഡ് ആക്സിഡൻ്റൽ പോയ്സണിങ്. സോ ബോത്ത് ആണ് ആൻസർ. എ ആൻഡ് ബി കറക്റ്റ് ആണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആൻഡ് ഇൻറ്റൻഷണൽ ആൻഡ് ആക്സിഡൻ്റൽ പോയ്സണിങ്. ഓപ്ഷൻ സി both ആണ് ആൻസർ. മൈൽഡ് ഡയറിയ ഈസ് കോസ്ഡ് ഡ്യൂ ടു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആൻഡ് ഇൻറ്റൻഷണൽ ആൻഡ് ആക്സിഡൻ്റൽ പോയ്സണിങ്. കെമിക്കൽ ഫോർമുല ഓഫ് കവോലിൻ. സോ ഓപ്ഷൻ സി ആണ് ടു ആൻസർ. മൈൽഡ് ഡയറിയ ഈസ് കോസ്ഡ് ഡ്യൂ ടു ഇൻറ്റൻഷണൽ ആൻഡ് ആക്സിഡൻ്റൽ പോയ്സണിങ് ആൻഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബോത്ത്. സോ നെക്സ്റ്റ്, ദ കെമിക്കൽ ഫോർമുല ഓഫ് കവോലിൻ. Chemical formula of kaolin: Al2O3 2SiO2 2H2O, Al2O3 2SiO2 3H2O, Al2O2 2SiO2 2H2O, Al2O3 2SiO2 4H2O. Chemical formula of kaolin.
Al2O3 2SiO2 2H2O സെയിം തന്നെയാണ്. ഹൈഡ്രേറ്റഡ് ഫോം മാത്രമാണ് വ്യത്യാസം വരുന്നത്. 2H2O 3H2O 2H2O ആൻഡ് 4H2O. കെമിക്കൽ ഫോർമുല ഓഫ് കവോലിൻ Al2O3 2SiO2 2H2O O3 2SiO2 3H2O Al2O2 2SiO2 2H2O and O3 SiO2 4H2O. So answer option A ആണ് ആൻസർ. കെമിക്കൽ ഫോർമുല ഓഫ് കവോലിൻ ഓപ്ഷൻ എ ആണ്. Al2O3 2SiO2 2H2O. Al2O3 ആണ്. Al2O3 2SiO2 രണ്ട് വാട്ടർ മോളിക്യൂളാണുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ Al2O3 2SiO2 2H2O ആണ് ആൻസർ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ആൻസർ. Al2O3 2SiO2 2H2O. Then 15th number ഹെവി കവോലിൻ. നമ്മൾ അന്ന് കവോലിൻ പറഞ്ഞപ്പോൾ രണ്ട് കവോലിനുണ്ട്, ലൈറ്റ് കവോലിനും ഉണ്ട് ഹെവി കവോലിനും ഉണ്ട്. സോ ഹെവി കവോലിൻ എന്ന് പറയുന്നത് ഇതിലേതാണ്? പ്യൂരിഫൈഡ് നാച്ചുറൽ ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ്, നേറ്റീവ് ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ്, പ്യൂരിഫൈഡ് നാച്ചുറൽ ഹൈഡ്രേറ്റഡ് അലൂമിനിയം ട്രൈ സിലിക്കേറ്റ്, നേറ്റീവ് ഹൈഡ്രേറ്റഡ് അലൂമിനിയം ട്രൈ സിലിക്കേറ്റ്. ഇതിലേതാണ് ഹെവി കവോലിൻ? Heavy kaolin is purified natural hydrated aluminum silicate, native hydrated aluminum silicate, purified natural hydrated aluminum trisilicate, native hydrated aluminum trisilicate. Heavy kaolin. Heavy kaolin ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. പ്യൂരിഫൈഡ് നാച്ചുറൽ ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ്. ഹെവി കവോലിനും ലൈറ്റ് കവോലിനും ചോദിക്കുന്നുണ്ട്. സോ ഹെവി കവോലിൻ എന്ന് പറയുന്നത് പ്യൂരിഫൈഡ്, അത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ലൈറ്റ് കവോലിൻ. ഹെവി കവോലിൻ എന്ന് പറയുന്നത് പ്യൂരിഫൈഡ് നാച്ചുറൽ ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് ആണ് ഹെവി കവോലിൻ എന്ന് പറയുന്നത്. പ്യൂരിഫൈഡ് നാച്ചുറൽ ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഹെവി കവോലിൻ പ്യൂരിഫൈഡ് നാച്ചുറൽ ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ്. ഓപ്ഷൻ എ. Which component is prepared when the rock is mined? Which component is prepared when the rock is mined? Bismuth subgalate, bismuth subcarbonate, kaolin, sodium carbonate. Bismuth subgalate, bismuth subcarbonate, kaolin and sodium carbonate. Bismuth compounds. Which component is prepared when the rock is mined? Bismuth subgalate, bismuth subcarbonate and kaolin, sodium carbonate. ബിസ്മത്ത് കോമ്പൗണ്ട്സ് മിക്കവാറും പ്രിപ്പയർ ചെയ്യുന്നത് ബിസ്മത്ത് സോൾട്ട് ടു ഹോട്ട് സൊല്യൂഷനോ സോഡിയം കാർബണേറ്റ് ഇങ്ങനെയായിരിക്കും. സോ ഇതിനകത്ത് റോക്ക് മൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന കോമ്പണൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി കവോലിനാണ്. ഓപ്ഷൻ സി കവോലിനാണ്. കോമ്പണൻ്റ് ഈസ് പ്രിപ്പയർഡ് വെൻ ദ റോക്ക് ഈസ് മൈൻഡ്. കവോലിനാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി കവോലിനാണ് ആൻസർ. ദെൻ ലൈറ്റ് കവോലിൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഹെവി കവോലിനാണ്. സോ ഹെവി കവോലിൻ എന്ന് പറയുന്നത് പ്യൂരിഫൈഡ് നാച്ചുറൽ ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് ആണ് ഹെവി കവോലിൻ എന്ന് പറയുന്നത്. സോ ലൈറ്റ് കവോലിൻ എന്ന് പറയുന്നത് പ്യൂരിഫൈഡ് നാച്ചുറൽ ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ്, നേറ്റീവ് ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ്, പ്യൂരിഫൈഡ് നാച്ചുറൽ ഹൈഡ്രേറ്റഡ് അലൂമിനിയം ട്രൈ സിലിക്കേറ്റ്, നേറ്റീവ് ഹൈഡ്രേറ്റഡ് അലൂമിനിയം ട്രൈ സിലിക്കേറ്റ്, നേറ്റീവ് ഹൈഡ്രേറ്റഡ് അലൂമിനിയം ട്രൈ സിലിക്കേറ്റ്. ഏതാണ്? ലൈറ്റ് കവോലിൻ. ഹെവി കവോലിൻ പ്യൂരിഫൈഡ് നാച്ചുറൽ ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് ആണ്. ലൈറ്റ് കവോലിൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി നേറ്റീവ് ഹൈഡ്രേറ്റ്. ഓപ്ഷൻ ഡി ആണ്. ഡി നേറ്റീവ് ഹൈഡ്രേറ്റഡ് അലൂമിനിയം ട്രൈ സിലിക്കേറ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി നേറ്റീവ് ഹൈഡ്രേറ്റഡ് അലൂമിനിയം ട്രൈ സിലിക്കേറ്റ്. അലൂമിനിയം സിലിക്കേറ്റ് അല്ല, പ്യൂരിഫൈഡ് നാച്ചുറൽ ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് ആണ് ഹെവി കവോലിൻ. ലൈറ്റ് കവോലിൻ നേറ്റീവ് ഹൈഡ്രേറ്റഡ് അലൂമിനിയം ട്രൈ സിലിക്കേറ്റ്.
ഓപ്ഷൻ ഡി ആണ് ആൻസർ. നേറ്റീവ് ഹൈഡ്രേറ്റഡ് അലൂമിനിയം ട്രൈസിലിക്കേറ്റ്. So next question, what is the chemical formula of magnesium sulfate? What is the chemical formula of magnesium sulfate? MgSO4 ഹൈഡ്രേറ്റ് ഫോം ആണ്. വാട്ടർ മോളിക്യൂളിൻ്റെ ആണ് വ്യത്യാസം വരുന്നത്. MgSO4 with 7H2O, with 5H2O, 10H2O, 3H2O. What is the chemical formula of magnesium sulfate? ഓപ്ഷൻ എ ആണ് ആൻസർ. MgSO4 വിത്ത് 7H2O. ഹെപ്റ്റാഹൈഡ്രേറ്റ് വരുന്ന ബാക്കി FeSO4 7H2 തന്നെയാണ്. FeSO4 വിത്ത് 7H2O. പിന്നെ അതുപോലെ സിങ്ക് സൾഫേറ്റ് വിത്ത് 7H2O ആണ്. ഓക്കെ, സോ കെമിക്കൽ ഫോർമുല ഓഫ് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് MgSO4 വിത്ത് 7H2 ആണ്. സെയിം FeSO4ൻ്റെ അങ്ങനെ തന്നെയാണ്, ഹെപ്റ്റാഹൈഡ്രേറ്റ് ആണ്. FeSO4 വിത്ത് 7H2 ആൻഡ് സിങ്ക് സൾഫേറ്റും 7H2 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. MgSO4 വിത്ത് 7H2O. Next question, which are used to bring about defecation? Cathartics, protectives and adsorbents, antacids, none of this. Which are used to bring about defecation? സോ ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. കഥാരറ്റിക്സ് ആണ് ഡെഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. വിച്ച് ആർ യൂസ്ഡ് ടു ബ്രിങ് അബൌട്ട് ഡെഫിക്കേഷൻ. ഓപ്ഷൻ എ കഥാരറ്റിക്സ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്ഷൻ എ ആണ്, കഥാരറ്റിക്സ് ആണ് ആൻസർ. ഓപ്ഷൻ എ, ബ്രിങ് അബൌട്ട് ഡെഫിക്കേഷൻ, കഥാരറ്റിക്സ്. എപ്സം സാൾട്ട് ഈസ് ഏതാണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, സോഡിയം പൊട്ടാഷ്യം ടാർട്രേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്. എപ്സം സാൾട്ട്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം സൾഫേറ്റ്, സോഡിയം പൊട്ടാഷ്യം ടാർട്ടറേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്. എപ്സം സാൾട്ട്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. മഗ്നീഷ്യം സൾഫേറ്റ്. മഗ്നീഷ്യം സൾഫേറ്റ് ആണ് എപ്സം സാൾട്ട്. മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ ഒരു അതർ നെയിമാണ് എപ്സം സാൾട്ട്. മഗ്നീഷ്യം സൾഫേറ്റ് ആണ് ആൻസർ. എപ്സം സാൾട്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ മഗ്നീഷ്യം സൾഫേറ്റ് ആണ് എപ്സം സാൾട്ട്. സെക്കൻഡ്, സിമത്തിക്കോൺ. സിമത്തിക്കോൺ ഈസ് antacid, deforming agent, astringents, none of this. Antacid, deforming agent, polymethyl siloxane, സിമത്തിക്കോൺ. ഇത് വരുന്നത് കോമ്പിനേഷനിലാണ്. കോമ്പിനേഷൻ ഓഫ് ആൻറ്റാസിഡിലാണ് വരുന്നത്. സിമത്തിക്കോൺ എന്ന് പറയുന്നത് ഇസ് an antacid, is an anti-foaming agent. സിമത്തിക്കോൺ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ആൻറ്റാസിഡിൽ വരുന്നതാണ്. പോളിമീഥൈൽ സിലോക്സെയിൻ ആൻറ്റി ഫോമിങ് ഏജൻ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ, ആൻറ്റാസിഡ്. ഓക്കെ, കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ ഓഫ് ആൻറ്റാസിഡിൽ വരുന്നതാണ്. സോ സിമത്തിക്കോൺ എന്ന് പറയുന്ന ആൻറ്റാസിഡ് ഇസ് ആൻ ആൻറ്റി ഫോമിങ് ഏജൻറ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ. സിമത്തിക്കോൺ ഈസ് ഓപ്ഷൻ എ, ആൻറ്റാസിഡ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ആൻറ്റാസിഡ് ആണ്. ദെൻ നെക്സ്റ്റ്, സൈഡ് എഫക്റ്റ് ഓഫ് കാൽഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്. സൈഡ് എഫക്ട്സ് ഓഫ് കാൽഷ്യം കണ്ടെയ്നിങ് ആൻറ്റാസിഡ്. റീനൽ ഫെയിലിയർ, മിൽക്ക് ആൽക്കലി സിൻഡ്രം, ഹൈപ്പർഫോസ്ഫറ്റീമിയ, all the renal failure, milk alkali syndrome, all the above.
സോ സൈഡ് എഫക്റ്റ് ഓഫ് കാൽഷ്യം കണ്ടൈനിങ് ആൻറ്റാസിഡ്. സംടൈം നമ്മൾ കാൽഷ്യം കണ്ടൈനിങ് ആൻറ്റാസിഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് കാൽഷ്യത്തിൻ്റെ എക്സസൈസ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കാതെ വരും. സോ എന്താണ് കാൽഷ്യം കണ്ടൈനിങ് ആൻറ്റാസിഡിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്? റീനൽ ഫെയിലർ, മിൽക്ക് ആൽക്കലി സിൻഡ്രം, ഹൈപ്പർ ഫോസ്ഫറ്റീമിയ, ഓൾ ദ എബവ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒന്നുകിൽ മിൽക്ക് ആൽക്കലി സിൻഡ്രം അല്ലെങ്കിൽ ബർണറ്റ് സിൻഡ്രം, BURNETT, ബർണറ്റ് സിൻഡ്രം എന്നും പറയും. മിൽക്ക് ആൽക്കലി സിൻഡ്രം. ഓക്കെ, സോ സൈഡ് എഫക്റ്റ് ഓഫ് കാൽഷ്യം കണ്ടൈനിങ് ആൻറ്റാസിഡ് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി, മിൽക്ക് ആൽക്കലി സിൻഡ്രം അല്ലെങ്കിൽ ബർണറ്റ് സിൻഡ്രം, BURNETT, ബർണറ്റ് സിൻഡ്രം. ഓക്കെ, കാൽഷ്യം കണ്ടൈനിങ് ആൻറ്റാസിഡിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് മിൽക്ക് ആൽക്കലി സിൻഡ്രം ആണ് അല്ലെങ്കിൽ ബർണറ്റ് സിൻഡ്രം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി, മിൽക്ക് ആൽക്കലി സിൻഡ്രം. So next question, stimulant laxative. Stimulant laxative act by local irritation of intestinal tract, increasing bulk stimulating peristalsis, decrease aromatic load, all the above. Stimulant laxative. Stimulant laxative act by local irritation of intestinal tract, increasing bulk stimulating peristalsis, decrease aromatic load, all the above. Stimulant laxative. ഓപ്ഷൻ എ ആണ് ആൻസർ. ലോക്കൽ ഇറിറ്റേഷൻ ഓഫ് ഇൻറ്റസ്റ്റൈൻ. സ്റ്റിമുലൻ ലാക്സേറ്റീവ് ആക്ട് ബൈ ലോക്കൽ ഇറിറ്റേഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. ലോക്കൽ ഇറിറ്റേഷൻ ഓഫ് ഇൻറ്റസ്റ്റൈൻ ട്രാക്ട്. ലോക്കൽ ഇറിറ്റേഷൻ ഓഫ് ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. സ്റ്റിമുലൻ ലാക്സേറ്റീവ് ആക്ട് ബൈ ലോക്കൽ ഇറിറ്റേഷൻ ഓഫ് ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ. The next question, symptoms of achlorhydria. Symptoms of achlorhydria. achlorhydria എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോക്ലോർഹൈഡ്രിയ, സിയലിൻ്റെ ലെവൽ കുറയുന്നത് അല്ലേ. സോ സിംറ്റംസ് ഓഫ് achlorhydria എന്ന് പറയുന്നത് മൈൽഡ് ഡയറിയ. ഓപ്ഷൻ എ, മൈൽഡ് ഡയറിയ, ഫ്രീക്വൻറ്റ് ബവൽ മൂവ്മെൻറ്റ്, എപ്പിഗാസ്ട്രിക് പെയിൻ, ഓൾ ദ എബവ്. സിംറ്റംസ് ഓഫ് achlorhydria or hypochlorhydria. Symptoms of achlorhydria or hypochlorhydria. Diarrhea, frequent bowel movement, epigastric pain, all the above. Okay, option D ആണ് ആൻസർ. all the above. Mild diarrhea, frequent bowel movement, epigastric pain, all the above. Option D ആണ് ആൻസർ. Option D. Symptoms of achlorhydria, mild diarrhea, frequent bowel movement, epigastric pain, എല്ലാം അതിൻ്റെ സിംറ്റംസ് തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓൾ ദ എബവ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സലൈൻ കത്താരറ്റിക്സ്. സലൈൻ കത്താരറ്റിക്സ് ആക്ട് ബൈ സ്റ്റിമുലേറ്റിംഗ് ദ gastrointestinal mucosa, increasing the gastrointestinal motility, increasing the osmotic load of intestinal tract, decreasing the gastrointestinal motility. Stimulating gastrointestinal mucosa, increasing gastrointestinal motility, increasing the osmotic load of intestinal tract, decreasing the gastrointestinal motility. Saline cathartics. സോ കത്താരറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക, these are the drugs or agent which help to defecation അല്ലേ. സോ ഒരു ഡെഫിക്കേഷൻ ഈസി ആകണമെങ്കിൽ അതിൻ്റെ എന്താ പറയുക, മൂവ്മെൻറ്റ്, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് എല്ലാം കറക്റ്റ് ആകണം അല്ലേ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇൻക്രീസിങ് ദ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി ഓർ മൂവ്മെൻറ്റ്. ഇൻക്രീസിങ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. സലൈൻ കത്താരറ്റിക്സ് ആക്ട് ബൈ ഇൻക്രീസിങ് ദ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇൻക്രീസിങ് ദ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി. സലൈൻ കത്താരറ്റിക്സ് ആക്ട് ബൈ ഇൻക്രീസിങ് ദ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. സലൈൻ കത്താരറ്റിക്സ് ആക്ട് ബൈ
ഇൻക്രീസിങ് ദ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി. ഓപ്ഷൻ ബി ആണ് ആൻസർ. സോ ഇത്രയാണ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഏജൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യണോ? സോ ഇതിൻ്റെ ആൻസർ ഇൻക്രീസിങ് ദ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി. ഓപ്ഷൻ ബി ആണ് ആൻസർ. അതിലൊരു നിങ്ങൾക്കൊരു ഡൗട്ട് വന്നിട്ടുള്ളൊരു ഹെവി കൗലിൻ്റെ ലൈറ്റ് കൗലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ? അതായത് ലൈറ്റ് കൗലിൻ ട്രൈസിലിക്കേറ്റ്, അതായത് ആക്ച്വലി അത് ഹൈഡ്രസ് അലൂമിനിയം സിലിക്കേറ്റ് ആണോ ട്രൈസിലിക്കേറ്റ് ആണോ എന്നുള്ളത് ഒരു ഡൗട്ടുണ്ട്. മീൻസ് ഞാനത് നോക്കിയപ്പോൾ ജസ്റ്റ് ട്രൈസിലിക്കേറ്റ് എന്നാണ് കണ്ടത്. ആക്ച്വലി ഇതൊരു ഹൈഡ്രസ് അലൂമിനോ സിലിക്കേറ്റ്, അത് ചെക്ക് ചെയ്തിട്ട് ഞാൻ റിപ്ലൈ തരാം. എന്താണെങ്കിലും കൗലിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിനറൽ കൗലിനൈറ്റ്, ഒരു ഹൈഡ്രസ് അലൂമിനോ സിലിക്കേറ്റ് ആണ്. ട്രൈസിലിക്കേറ്റ് ആണോ ജസ്റ്റ് നേറ്റീവ് ഹൈഡ്രേറ്റഡ് അലൂമിനിയം ട്രൈസിലിക്കേറ്റ് എന്നാണ് ഓപ്ഷനകത്ത് ഇപ്പോൾ പറഞ്ഞത്. സോ അത് ട്രൈസിലിക്കേറ്റ് ആണോ സിലിക്കേറ്റും ഉണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ട്. സോ മറ്റത് പ്യൂരിഫൈഡ് നാച്ചുറൽ ഹൈഡ്രേറ്റഡ് അലൂമിനിയം സിലിക്കേറ്റ് തന്നെയാണ് ഹെവി കൗലിൻ എന്ന് പറയുന്നത്. ലൈറ്റ് കൗലിൻ സിലിക്കേറ്റ് ആണോ ട്രൈസിലിക്കേറ്റ് ആണോ എന്നുള്ളത് ക്ലിയർ ചെയ്തിട്ട് പറയാം. ഹൈഡ്രസ് അലൂമിനോ സിലിക്കേറ്റ് ആണ്. കെമിക്കലി കൗലിൻ എന്ന് പറയുന്നത് ഹൈഡ്രസ് അലൂമിനോ സിലിക്കേറ്റ് ആണ്. സിമത്തിക്കോൺ ആൻറ്റാസിഡ് ആണ്. കോമ്പിനേഷൻ ഓഫ് ആൻറ്റാസിഡ് ആണ്. സിമത്തിക്കോൺ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ആൻറ്റാസിഡ് ആണ്. കാൽഷ്യം കാർബണേറ്റും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും സിമത്തിക്കോണും ഒക്കെ കോമ്പിനേഷൻ ഓഫ് ആൻറ്റാസിഡ് ആണ്.
വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് പറയണോ? Okay, difference between deforming and antiforming. Okay, ആക്ച്വലി ഡീഫോമിംഗ് എന്ന് പറയുമ്പോൾ അത് ഡീഫോം മീൻസ് ഇൻസോളിബിൾ ആയിരിക്കും. ഇൻസോളിബിൾ ഇൻ ഒരു മീഡിയത്തിൽ ഇൻസോളിബിൾ ആയിരിക്കും ഡീഫോമിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഡീഫോമിങ്ങിന് എന്താ പറയുക, വിസ്കോസിറ്റി കുറവായിരിക്കും. ഓക്കെ, ഡീഫോമിംഗ് എന്ന് പറയുമ്പം എന്താ പറയുക, ഇൻസോളിബിൾ ആണ്. അതുപോലെ അത് വിസ്കോസിറ്റിയും കുറവായിരിക്കും. അതായത് ഒരു സർഫസിനകത്ത് സ്പ്രെഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി അത് കൂടുതലായിരിക്കും. ഓക്കെ, ഒരു എന്താ പറയുക, അതതിൻ്റെ ഒരു ഫീച്ചറാണ്. ഡീഫോമിങ്ങിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫെസിലിറ്റി ടു സ്പ്രെഡ് റാപ്പിഡ്ലി ഓൺ ഫോമി സർഫസ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അത് എന്താ പറയുക, കൂടുതലായിട്ട് നമ്മുടെ സർഫസിന് ഇറ്റ് ഹാസ് ആൻ അഫിനിറ്റി ടു ദി എയർ ലിക്വിഡ് സർഫസ്. അപ്പോൾ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോഴത്തേനും ഡിഫോമിങ് ഏജൻറ്റിന് ഒലീക്ക് ആസിഡ്, സൾഫനേറ്റഡ് ഓയിൽസ്, അതൊക്കെ എക്സാമ്പിളാണ് ഡിഫോമിങ്ങിന്. അപ്പോൾ ഡിഫോമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോ വിസ്കോസിറ്റിയാണ്. പിന്നെ എയർ ലിക്വിഡ് സർഫസിൽ അതിന് റാപ്പിഡ്ലി സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാവും ഡിഫോമിങ് ഏജൻറ്റ്. സോ നമ്മുടെ സിമെത്തിക്കോൺ എന്ന് പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ്. സോ അതൊരു ആൻറ്റിഫോമിങ് ഏജൻ്റ് ആണ്. ആക്ച്വലി അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് റെഡ്യൂസസ് ദ ഫോമേഷൻ ഓഫ് ഫോം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡിഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഫോമിനെ എലിമിനേറ്റ് ചെയ്യും. ആൻറ്റിഫോംസ് പിന്നെ ഒരു അതിൽ ഫർദർ ഫോം വരുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും. ഡിഫോം എന്ന് പറയുമ്പോഴത്തേനും എക്സിസ്റ്റിംഗ് ഫോമിനെ എലിമിനേറ്റ് ചെയ്യും. ആൻറ്റിഫോമേഴ്സ് ഫർദർ ഫോം ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ റിപ്പീറ്റ് ചെയ്യാനായിട്ട്?
ഹലോ, ഉണ്ടോ ആരെങ്കിലും? Okay, thank you.